بسم الله الرحمن الرحيم വലക്കാൻ തഖൂല, നിനക്ക് പറയാം, ഒരു ജംഅ് പറഞ്ഞില്ലേ നിക്കാഹ് ഇബാദത്തെ അല്ലാന്ന്. അവിടെ ഒരു കാര്യം ചോദിക്കാനുണ്ട്. എന്താ? ഇന്നുരീദ ബിനഫിൽ ഇബാദത്തി അൻഹു മുത്ലഖൻ. ഒരു കാലത്തും ഒരു നിലക്കും നിക്കാഹ് ഇബാദത്തല്ല എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടാൽ, എന്തുദ്ദേശിക്കപ്പെട്ടാൽ? ഇന്നുരീദന്റെ നായിബ് ഫായില് ഇൻ ഉരീദ ബിനഫിൽ ഇബാദത്തി അൻഹു മുത്ലഖൻ, നിരുവാധികം നിക്കാഹിനെ തൊട്ട് ഇബാദത്ത് നിഷേധിക്കപ്പെട്ടില്ലേ എന്ന് പറഞ്ഞത് അന്നഹു ലാ യുസമ്മാഹ ഇസ്തിലാഹൻ, ഇസ്തിലാഹിൽ എങ്കിൽ ഫഖരീബുന് സത്യം തന്നെ ഒരു കാലത്തും ഒരു നിലക്കും ഇബാദത്തിന്റെ പട്ടികയിൽ അലൽ ഇത്ലാഖ് ഏതിനെണ്ണൂല. ഇല്ല. അത് നിസ്കാരം, നോമ്പ്, സക്കാത്ത് ഇതല്ലേ എണ്ണുള്ളൂ, ഇതെണ്ണൂല. ഔ അന്നഹു ലാ സവാബ ഫീഹി മുത്ലഖൻ. എത്രേ വിശദീകരണം പറഞ്ഞില്ലേ? അതെല്ലാം കൂട്ടിയാൽ പോലും എന്തില്ല, സവാബില്ല എന്നാണോ മുറാദ്? അവരുടെ മുറാദ് അങ്ങനെയാണെങ്കിൽ അന്നഹു ലാ സവാബ ഫീഹി മുത്ലഖൻ എന്ന് പറഞ്ഞാൽ മുസന്നിഫിന്റെ ഫത്വ വന്ന്, അതുപോലെ വൽഹാസിലു എന്ന് പറഞ്ഞിട്ട് ഇതിലും പറഞ്ഞ് ഇബാദത്താകുന്ന കൈഫിയത്ത് ആ നിലക്ക് പോലും ഇബാദത്തായി വരുന്നില്ല, സവാബും ഇല്ല. തനി ജവാസ് എന്നാണ് അവർ പറഞ്ഞതെങ്കിലോ അത് വഴി തന്നെയാണ്, അത് ശരിയല്ല ഒരിക്കലും. അവർക്കങ്ങനെ പറയാൻ അധികാരമില്ല. മുഖാലിഫുൻ ലിൽ അഹാദീസിൽ കസീറത്തി അദാല്ലത്തി അലാ മസീദി സവാബിഹി വസവാബി സമറാത്തിഹി. എന്തിനോടെതിരാണ്? അധികരിച്ച ഹദീസുകളോട്. ആ ഹദീസുകൾ അറിയിക്കുന്നുണ്ട് അധികരിച്ച സവാബിൻ്റെ മേലെയും സമറാത്തിൻ്റെ സവാബിൻ്റെ മേലെയും അറിയിക്കുന്നുണ്ട്. ആ ഹദീസുകളോടെല്ലാം വിരുദ്ധാവില്ലേ? ഒരു നിലക്കും ഇതെന്തെല്ലാം നോക്കുമ്പോൾ ഉദാഹരണം കഹദീസി അയത്തി അഹദുനാ ശഹ്വതഹു വലഹു ഫീഹാ അജ്റുൻ. നമ്മളിൽ നിന്നാരെങ്കിലും അവൻ്റെ ആഗ്രഹ ശമനം വീട്ടുകയും അവന് പ്രതിഫലം കിട്ടുകയും ചെയ്യുമോ? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, അയത്തി അഹദുന ശഹ്വതഹു, നമ്മളിൽ നിന്ന് പലരും അവൻ്റെ ശഹ്വത്ത് തീർക്കുന്നു, എന്നിട്ട് വലഹു ഫീഹാ അജ്റുൻ, ആ ശഹ്വത്തിൻ്റെ പേരിൽ അവന് എന്തുണ്ട് എന്നല്ലേ തങ്ങൾ പറഞ്ഞത്? അത് ശരിയാണോ? നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയിലും സവാബുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞേരം ഒരാൾ ചോദിച്ചതാ, അയത്തി അഹദുന ശഹ്വതഹു വലഹു ഫീഹാ അജ്ർ. നമ്മളിൽ നിന്ന് ആരെങ്കിലും വികാരശമനം നടത്തുകയും ആ വികാരശമനം നടത്തിയതിൻ്റെ പേരിൽ എന്താണ് പ്രതിഫലം കിട്ടുകയും ചെയ്യുക, ഇങ്ങനെ ഉണ്ടാകുമോ? ഫഖാല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചു ചോദിച്ചു, അറായിത്തും, നിങ്ങൾ പറയൂ. എൻ്റെ ബാക്കിയുണ്ട്. ലൗ അലാഹ ഫി ഹറാമിൻ, അവൻ വികാരം തീർത്തത് കുറ്റകരമായ രൂപത്തിലാണെങ്കിൽ, അക്കാന അലൈഹി ഫീഹാ വിസ്ർ, ആ കുറ്റകരമായ രൂപത്തിൽ ശഹ്വത്ത് വീട്ടിയതിൻ്റെ പേരിൽ അവന് കുറ്റം ഇല്ലേ? ആ സമയം ഫകദാലിക ഇദാ വദാഹ ഫിൽ ഹലാൽ, ഇതേ പ്രകാരം തന്നെയാണ് ശഹ്വത്ത് വീട്ടിയത് ഹലാലിലൂടെയാണെങ്കിൽ, കാനലഹു അജ്റുൻ, അവനെന്തുണ്ട്? അജ്റുണ്ട്. മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസാണ്. അവിടെ എന്താ അറിയിക്കുന്നത്?
ഉണ്ട്. ഹദീസി ഈ പറയുന്ന ഹദീസ് പോലെയും മനുഷ്യർ ചെയ്യുന്ന എല്ലാ അമലുകളിലും എന്തുണ്ട്? പ്രതിഫലമുണ്ട്. ഹത്താ മാ തദഉ ഫീ ഫിംറാതിക എന്ന ഹദീസ് ഉണ്ട്. ഹത്താ മാ തദഉ നീ വെച്ചു കൊടുക്കുന്ന ഒന്നിൽ പോലും ഫീ ഫിംറാതിക ഫീ ഫീ കണ്ടിട്ട് ചിലയാൾ തടയുന്നു. അങ്ങനത്തെ ഫീ അല്ല ഇത്. വർഫഅ ബിവാമിൻ വൻസിബന്ന ബില്ലലിഫ് വജുർ ബിയാഇൻ മാ മിനൽ അസ്മാ അസീഫ് من ذاك ذو صحبة نابانا والفام حيث الميم منه بانا المعرب والمبني എന്ന് പറഞ്ഞ ബാബിൽ അത് ആൽഫിയ 27-28 ബൈത്തിൽ ഫം എന്നതിൽ നിന്ന് മീം കട്ടാക്കി അസ്മാഉ സിത്തയിൽ അതിൽപ്പെട്ടതാണിത്. ഹത്താ മാ തളഉ ഫീ ഫിംറാതിക എൻ്റെ ഭാര്യൻ്റെ വായിലേക്ക് നീ ഇട്ട് കൊടുത്ത് അതൊക്കെ ബിസ്ക്കറ്റാ മുട്ടായി എന്തെങ്കിലും വായി തന്നു എന്നാൽ കുലിയില്ലേ. കൂടാതെ വലി കലാമിഹിം അവരുടെ വാക്ക് എതിരായി പോകും പണ്ഡിതന്മാരുടെ കലാമിനോട്. എന്താ കലാം? അഹാദീസിനോട് മാത്രം എതിരായതല്ല, എന്തിനോടും എതിരായി തീരെ പ്രതിഫലമില്ല എന്ന് പറയുന്നെങ്കിൽ അത് അഹാദീസിനോടെതിരാണ്. പിന്നെന്തിനോടും എതിരാണ്. അപ്പൊ ഈ അഹാദീസിന്റെ മേലത്ത് ഇത് കൈഫയകൂനു സുന്നത്തൻ ബിശർത്തിഹി എങ്ങനെയാണ് പല ഷർത്തുകളും പാലിച്ചുകൊണ്ട് സുന്നത്തായി തീർന്നത്? തനി മുബാഹാണെങ്കിൽ ഹാജത്ത് വേണം, ഉഹുബത്ത് വേണം, മാനി ഇല്ലാതിരിക്കണം എന്നെല്ലാം ഷർത്തുകൾ പറഞ്ഞിട്ട് ആ ഷർത്ത് ഉണ്ടായത് കൊണ്ടല്ലേ സുന്നത്താക്കീനി. പിന്നെ എങ്ങനെ പ്രതിഫലം കൊടുക്കാണ്ടിരിക്കൽ? സുന്നത്തിന്റെ തരീഫിനെതിരല്ല അത്. ഇത് കൈഫയക്കൂനു സുന്നത്തൻ ഒരു പ്രതിഫലവും ഒരിക്കലും ഇല്ലെങ്കിൽ എങ്ങനെയാണ് സുന്നത്തായത്? ബിശർത്തിഹി ഉജൂദുൽ ഹാജത്ത് വജൂദുൽ ഉഹ്ബത്ത് അദമുൽ മാനിയ ഇതെല്ലാം ഒത്തണങ്ങുമ്പോൾ എന്താകുന്നുണ്ട്? അതെങ്ങനെ ആയിരുന്നില്ല, അത് മുഹാലല്ലേ. കമാ തഖററ അതെല്ലാം പണ്ട് സ്ഥാപിച്ചില്ലേ. വലാ യകൂനു ഫീഹി സവാബുൻ സുന്നത്താവുകയും പ്രതിഫലം ഇല്ലാതിരിക്കുകയും ചെയ്യൽ അങ്ങനെ ഉണ്ടാവോ? വബിഹാദാ യുൻദറു അയ്ളൻ വബിഹാദാ ഇതേ ന്യായം വെച്ചുകൊണ്ട് യുൻദറു അയ്ളൻ ചിന്തിക്കപ്പെടും. അയ്ളൻ ഇപ്പോൾ ചിന്തിച്ച പോലെ ഈ ഖൗലിൽ മുസന്നിഫി ജംഇന്റെ കലാമിൽ മാത്രമല്ല മുസന്നിഫിന്റെ കലാമിലും ചോദ്യം വരുന്നുണ്ട്. അതേതാ ഖൗലി? വഇല്ലാ ഫഹുവ മുബാഹുൻ വഇല്ലാ ഫഹുവ മുബാഹുൻ എന്ന് ഇബാറത്ത് കൊടുത്തിട്ടില്ലേ മുസന്നിഫ്? അത് സംഭവിക്കാൻ പറ്റുന്നതാ? വഇല്ലാ ഫഹുവ മുബാഹുൻ അങ്ങനെ ഒരു നിക്കാഹ് ഉണ്ടാവോ? അവിടെയും ചിന്തിക്ക്. വഇല്ലാ ഫഹുവ മുബാഹുൻ വൽ ഹാസിലു മൊത്തം പറയും. ആകെ ഗ്രാൻഡ് ടോട്ടൽ പറഞ്ഞാൽ തീർന്നു. അന്നല്ലതീയത്തജിഹു അംഗീകൃതമായ വാക്ക് അന്നഹു മതാ സുന്നലഹു ഫീലുഹു വല്ലപ്പോഴും അവന് നിക്കാഹ് സുന്നത്താക്കപ്പെട്ടാൽ ഹാജത്തുണ്ട് ഉഹ്ബത്തുണ്ട് അങ്ങനെ സുന്നത്താക്കപ്പെട്ടു. സാരിഫ് ഉണ്ടായതേ ഇല്ല. സാരിഫ് എന്ന് പറഞ്ഞാൽ ഇവരുടെ നിയത്ത് വെച്ച് പടച്ചവനെ ഇത് അള്ളാഹുവിൻ്റെയോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയോ കൽപ്പനയ്ക്ക് വഴിപ്പെട്ടുകൊണ്ടല്ല ഞാൻ വിവാഹം കഴിക്കുന്നത്, ഇത് എൻ്റെ ഇംഗിതത്തിനൊത്തുകൊണ്ട് മാത്രം തട്ടിത്തിരിച്ച് എന്നാൽ പ്രതിഫലം കൊടുക്കാൻ പറ്റുമോ? തട്ടിത്തിരിക്കാൻ പാടില്ല. അതിനോട് മുവാഫിക്കാകാന്നല്ലാണ്ട് അതിൽ നിന്ന് വേർതിരിഞ്ഞുകൊണ്ട് നടത്തിയാൽ സാരിഫുണ്ടായ ഫലിക്കോ? ഇല്ല. അല്ലെങ്കിൽ ദാറുൽ ഹർബിലാ ഉള്ളത്, അന്നേരം സാരിഫ ഇല്ലേ?
അപ്പോൾ അലൽ ഇത്ലാഖ് നിക്കാഹ് സുന്നത്തായി വരുന്നുണ്ടോ? ഇല്ല. ഔ ലം യുസന്ന ലഹു, അല്ലെങ്കിൽ അവന് സുന്നത്താക്കപ്പെട്ടിട്ടില്ല, ഹാജത്തില്ല, ഉഹ്ബത്തില്ല. പക്ഷേ വഖസദ ബിഹി ത്വാഅത്തൻ, വഖസദ ബിഹി ത്വാഅത്തൻ, എങ്ങനെയെങ്കിലും ഒരു സന്താനം ലഭിച്ചു എന്നെങ്കിൽ അതൊരു ഭാഗ്യം തന്നെ എന്നാണ്. ഇതിനുള്ള അർഹതയും കോളൊന്നും എനിക്കില്ല, പക്ഷെ ഒരു വേണ്ടപ്പെട്ട കാര്യം കരുതി ഇതുകൊണ്ട്, എന്നാൽ വൈല ഫല, വൈല ഫല, ഇങ്ങനെയല്ലെങ്കിൽ കൂലിയില്ല, സുന്നത്താക്കപ്പെട്ടിട്ടുമില്ല, താഴത്ത് കരുതിയിട്ടും ഇല്ലെങ്കിൽ പിന്നെ പ്രതിഫലം ഉണ്ടാവുമോ? ഇല്ല, തനി ജവാസാകും. വൽക്കലാമു, ഈ സംസാരം ഒട്ടുക്കും ഫീ ഗൈരി നിക്കാഹിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിക്കാഹ് അല്ലാതെ മറ്റുള്ളവരുടെ നിക്കാഹിനെ പറ്റിയാണ് ഇത്രയും ചർച്ച. ഫഇന്നഹു ഖുർബത്തുൻ ഖത്അൻ മുത്ലഖാ, ഒരു ഷർത്തും തന്നെ ഇല്ലാതെ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിക്കാഹ് ഖുർബത്താണ് എന്നതിൽ ഇത്തിഫാഖാണ്. ഒരു ഷർത്തും വേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സുന്നലഹു നിക്കാഹു മുത്ലഖൻ, ഈ പറഞ്ഞ ഷർത്തൊന്നും ആയിരിക്കില്ല, ഇല്ല. ലിഅന്ന ഫീഹി നശ്റ ശരീഅത്തി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിവാഹത്തിലുണ്ട് ശരീഅത്തിനെ പ്രചരിപ്പിക്കലുണ്ട്. വിവിധങ്ങളായ മസ്അലകൾ ചുരുളഴിക്കണ്ടിക്കൽ ഭാര്യമാർക്കല്ലാണ്ടത് കഴിയുന്നോ? ഭാര്യമാരെ എത്തി ഇതെല്ലാം പഠിപ്പിച്ച് ഇസ്ലാം ദീനിനെ പ്രചരിപ്പിക്കാൻ വേണ്ടിയാണത്. അൽ മുതഅല്ലിഖതി ബിമഹാസിനിഹിൽ ബാത്തിനത്തി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രൈവറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട മസലകൾ, അല്ലത്തി ലാ യത്തലിഉ അലൈഹ റിജാൽ, അവയിൽ നിന്ന് ഒന്നും തന്നെ കണ്ടുപിടിക്കാൻ ആർക്ക് സാധ്യമല്ല? അതാരെന്നെ വേണം? ഈ കാരണം വെച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അധികാരം നൽകപ്പെട്ടത് ഫീ അദദി സൗജാത്തി, ഭാര്യമാരുടെ എണ്ണത്തിൽ മാലം യുവസ്സഹലി ഗൈരി, വേറൊരാൾക്കും വിശാലത ചെയ്യപ്പെടാത്തത്ര. ആർക്ക് ചെയ്യപ്പെട്ടത്? മറ്റുള്ളവർക്കെല്ലാം 4 വരെയല്ലേ പറ്റുള്ളൂ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അധികം നൽകിയില്ലേ? ഭാര്യമാരെ കൊണ്ട് വിവിധങ്ങളായ മസ്അലകൾ ഭൂമി ലോകത്ത് പുറത്ത് പ്രചരിപ്പിക്കലാണ്. ലിതഹ്ഫള കുല്ലുൻ, എല്ലാ ഓരോ ഭാര്യയും പഠിച്ചു വെക്കാൻ വേണ്ടി. കുല്ലുൻ എന്നതിന് താവ് കൊടുത്തത് എന്താണ്? ഭാര്യ എന്നുള്ള അർത്ഥമായതുകൊണ്ട്. ഈ കുല്ല് എന്ന് പറഞ്ഞാൽ കണ്ട, കുല്ല് കൊണ്ട് നമ്മൾ സങ്കല്പിക്കുന്ന ആരാണ്? മാ ലം യഹ്ഫളുഹു ഗൈറുഹാ, മറ്റുള്ളവർ മനസ്സിലാക്കാത്ത കാര്യങ്ങൾ ഈ ഭാര്യമാർ എന്താക്കട്ടെ? ലിതഹ്ഫള കുല്ലുൻ, എല്ലാ ഓരോ ഭാര്യയും പഠിച്ചു വെക്കാൻ വേണ്ടി. മാ ലം യഹ്ഫളുഹു ഗൈറുഹാ എന്ന് പറഞ്ഞാൽ ഭാര്യമാർ അല്ലാത്തവർ, മറ്റേ ഭാര്യ എന്നല്ല, ഭാര്യമാരല്ലാത്ത പുറമേ ഉള്ളവർ മനസ്സിലാക്കാത്ത കാര്യങ്ങൾ ആര് മനസ്സിലാക്കി വെക്കട്ടെ? അതിനെന്തിനാ ഭാര്യമാർ അധികം? കുറഞ്ഞ ഭാര്യമാർ തന്നെ അധികം പഠിച്ചാൽ പോരെ? എണ്ണം വർദ്ധിപ്പിച്ചത് എന്തിന്? ഇഹാതത്തിൽ അദദിൽ ഖലീലി, കുറഞ്ഞ എണ്ണം, കുറഞ്ഞ ആൾക്കാർ പഠിച്ചു തീർക്കൽ ബുദ്ധിമുട്ടായതിനു വേണ്ടി. ബിഹാ ലിതഅദ്ദുരി ഇഹാതത്തിൽ അദദിൽ
ഖലീലി, ഖലീലായ അതത് ഇഹാത്ത ചെയ്യൽ പ്രയാസമായതിന് വേണ്ടി ബിഹാ ഏതിനെ ബാത്തിനിയായ മഹാസിനികളെ ലികസറത്തിഹാ അത് അധികരിച്ചതുകൊണ്ട് വൽ ഖുറൂജിഹാ അനിൽ ഹസ്രി പരിമിതിയെ തൊട്ട് പുറത്തായതുകൊണ്ട്. അപ്പോൾ കുറേ ആൾക്കാരുടെ സഹായം വേണം. അപ്പോൾ ഒരളവോളം വിശാലത ചെയ്യപ്പെട്ടു നബിതങ്ങൾക്ക്. ഖുൽതു ഇത് തിരുത്തല്ല, ഒരു മസാല സിയാദത്ത് വേണ്ട ഒരു മസാല മുഹററിൽ വന്നിട്ടില്ല. അത് പറഞ്ഞിട്ടുണ്ടല്ലോ മുഹററിൽ ഉണർത്താൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഖുൽതു വിട്ടുകൊണ്ട് ഉണർത്തും. ഞാൻ പറയട്ടെ, ഫൈലം യതഹബ്ബബ് ഇബാദത്തുമായി കെട്ടിമറിയാൻ അവന് മനസ്സില്ല. ഒരാളെ പറ്റി പറഞ്ഞില്ല, ഊബത്തുണ്ട്, എന്നാ അവന് കറാഹത്തൊന്നും ഇല്ല. നിക്കാഹ് ചെയ്താൽ അതിൻ്റെതായ ഫായിദ ഉണ്ട്. എന്നാലും നല്ലത് നിക്കാഹ് മാറ്റി വെച്ചുകൊണ്ട് വിവാദത്തിലാണ്ട് പൂണ്ട് പിടിക്കലാണ്. ഇൽമു കൊണ്ടോ ഗ്രന്ഥരചന കൊണ്ടോ പ്രസംഗം കൊണ്ടോ അങ്ങനെ എന്തെങ്കിലും വിവാദത്തിനായി ജീവിതം അങ്ങ് മാറ്റിയിടലാണ് നല്ലത്. അത് മിനൽ മുതഅബ്ബിദീന നേരത്തെ കൈത് പറഞ്ഞേ. ആ അഫ്ളൽ ആർക്കേ ഉള്ളൂ? ഇബാദത്ത് എടുക്കാൻ മനസ്സുള്ളവർക്കേ ഉള്ളൂ. ഇത്രയും സംവിധാനം കിട്ടിയിട്ടും ഇബാദത്ത് വർദ്ധിപ്പിക്കാൻ താല്പര്യമില്ലാത്ത ആളാണെങ്കിലോ വെറുതെ ഇരുന്ന് നേരം കൂട്ടാനേ പറ്റും പോലും. കിട്ടിയത് അഞ്ചത്തിൽ മറ്റു ഇബാദത്തിലേക്ക് മുന്നേറോ? എന്നാലോ എന്നാ പിന്നെ നല്ലതും തന്നെ നിക്കാഹ് തന്നെ. അതിൽ യാതൊരു വ്യത്യാസവും ഇല്ല. വെറുതെ ഇങ്ങനെ മരവിച്ച് നിൽക്കുന്നതിനേക്കാണ് നല്ലത്. വികാരം വേണ്ടത്രയൊന്നും ഇല്ല പോലും, സാമ്പത്തികമായിട്ട് വലിയ കഴിവ് പോലും, കാറുണ്ട്, ലോഡ്ജുണ്ട്, സംവിധാനമുണ്ട്, എല്ലാം ഉണ്ട് പോലും, അവനെ മുടക്കിക്കളയുന്ന കിടപ്പിലാക്കിയ രോഗമുണ്ടാ? ഇല്ല. എങ്കിൽ എന്തെങ്കിലും ഒരു ഇബാദത്ത് കൊണ്ട് ഹയാത്താക്കാൻ കഴിയുമോ നോക്കുന്ന നേരത്തെ പറഞ്ഞത്. മനസ്സുണ്ടെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും നോക്ക്. എന്തെങ്കിലും ഒരു പുനരുദ്ധാരണം ചെയ്യാൻ കഴിയുമോന്ന് അങ്ങനെ നോക്കുന്ന. അങ്ങനെ കഴിയില്ല എന്ന് കണ്ടാൽ ഇവന് നല്ലതും തന്നെയാണ്. ഓ മിനൽ ബഖാലത്തി വെറുതെ മൂലക്കിരിക്കുന്നതിനേക്കാണിയും നല്ലതും തന്നെ. ലിയല്ലാ തുഫ്ളിയ ബിഹി ഇലൽ ഫവാഹിശീൻ, ലിയല്ലാ തുഫ്ളിയ ഈ ബത്താലത്ത് കൂട്ടാതിരിക്കാൻ വേണ്ടി ബിഹി അവനെ ഇലൽ ഫവാഹിശ് മെല്ലെ 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 എങ്ങോട്ടേക്ക് ചലിപ്പിക്കും? തമ്മാടിത്തരത്തിലേക്ക്. അതുകൊണ്ട് ഇതാ മുറാദെങ്കിൽ ഫഅഫ്ളലു ഹുന ഇവിടെ ഉപയോഗിച്ച അഫ്ളൽ എന്ന വാക്ക് ഫാളിൽ എന്ന അർത്ഥം തന്നെയാണ്. മുത്തലഖ് എന്ന് പറഞ്ഞാൽ നേരത്തെ സ്ഥലത്ത് അഫ്ളലിന് അഫ്ളൽ എന്ന മാന വെച്ചാലും ഫാളിൽ എന്ന മാന വെച്ചാലും കഴിഞ്ഞ ഇബാറത്തിൽ രണ്ട് രൂപത്തിൽ വെച്ചിട്ടില്ല. അഫ്ളൽ എന്ന് വെച്ചതും ഫാളിൽ എന്ന് വെച്ചതും അതൊന്നും നോക്കാതെ ഇവിടെ ഏതേ ഉപയോഗിക്കാൻ കഴിയുള്ളൂ, ഫാളിൽ. എന്തുകൊണ്ട്? ബത്താലത്തിന് ഫضലുണ്ട് എന്നാവൂലേ? ബത്താലത്തിന് ഏതെങ്കിലും കാലത്ത് ഫضലുണ്ടോ? അപ്പൊ ഇവിടുത്തെ ഫضൽ എന്താ? ഫാളിൽ മുത്തലഖൻ. മുത്തലഖൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അർത്ഥം പറയേണ്ടത്, നേരത്തെ ഒരു സ്ഥലത്ത് അഫ്ളൽ എന്നതിന് ഇസ്മു തഫ്ളീലായിട്ടും അതല്ല അഫ്ളൽ എന്ന് പറഞ്ഞാൽ ഫാളിൽ എന്ന മാനയാണെന്നും നമ്മൾ സങ്കല്പിച്ചിട്ടുണ്ട്. തഖല്ലി എന്ന മാന വെക്കുകയാണെങ്കിൽ അഫ്ളൽ എന്ന് പറഞ്ഞാൽ അഫ്ളലല്ല. ഒരു ഇബാദത്ത് എന്ന് മാത്രം വെക്കുകയാണെങ്കിലോ ഫാളിൽ എന്ന മാനയെ കിട്ടുള്ളൂ. നേരത്തെ പറഞ്ഞല്ലോ. എങ്കിൽ ഇവിടെ അതൊന്നും നോക്കിയിട്ട് ഫലമില്ല. ഇവിടെ അഫ്ളൽ എന്ന് ഉപയോഗിച്ചത് ഫാളിൽ എന്ന മാനാക്കാം. യാതൊരു സംശയവും പിന്നെ വേണ്ട. ഇസ്മു തഫ്ളീൽ ഇവിടെ നടക്കോ?
ഇനി താഴെ പറയുന്ന ഹദീസ് എന്താണ്? അത് നമ്മൾക്ക് ഉപകരിക്കൂല പോലും, അസഹിൻ്റെ മാറ്റക്കാർക്കേ ഉപകാരം ചെയ്യുള്ളൂ. അങ്ങനെ തകരാറുണ്ട് താഴെ പറയുന്ന ഹദീസ് അസഹിൻ്റെ മാറ്റക്കാർക്ക്. അതായത് അസഹിൻ്റെ മാറ്റക്കാരനുള്ള സാനി അവർ ഉപയോഗിച്ച വാക്കാണ്. മഹല്ലിയിലും നിഹായ മുഗനിയിലും എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾക്ക് തെളിവായിട്ടല്ല ഇനി ഉദ്ധരിക്കുന്നത്. അസഹിൻ്റെ മാറ്റക്കാർ എന്താ ഇവിടെ പറഞ്ഞത്? ഇബാദത്തിന് താല്പര്യം ഇല്ല എങ്കിൽ നല്ലതെന്താ? ഇതിന്റെ സാനി എടുക്കറ പന്നിക്കാഹു അഫ്ളലു നാമയത്തവ. ഇനി തർക്കുഹു അഫ്ളലു മിൻഹു ലിൽ ഖതരി ഫിൽ ഖിയാമി ബിവാജിബിഹി. പെണ്ണിനെ നിയന്ത്രിക്കാൻ വളരെ പണിയുണ്ട്. വെറുതെ അബദ്ധത്തിലേക്ക് ചാടണ്ട. തീരെ ഭൂതിയില്ലാണ്ട് നീ എന്തിന് കെട്ടുന്നു? വിശ്രമിക്കലല്ലേ നല്ലത്. കാരണം ആദായത്തിൽ കിട്ടിയെന്ന കാരണം കൊണ്ട് നീ കെട്ടണ്ട, പെണ്ണിനെ കെട്ടിപ്പോകല്ല. ഇത്തഖുല്ലാഹ വത്തഖുൻ നിസാഅ ഫൈന അവ്വല ഫിത്നതി ബനി ഇസ്രായീല. ഇസ്രായേൽ സന്തതികളിലുള്ള ആദ്യത്തെ കുഴപ്പം കാനത്ത് മിനൻ നിസായി ആര് മുഖാന്തരമായിരുന്നു? ഇന്ന ദുനിയാ ഹുൽവത്തുൻ ഖദിറാ. ദുനിയാവ് പച്ചയാണ്, മധുരമുള്ളതാണ്. വഇന്നല്ലാഹ മുസ്തഖ്ലിഫുകും ഫീഹാ. അല്ലാഹു തആല നിങ്ങളെ പ്രതിനിധിയാക്കിയതാണ്. ഫയൻദുർ കൈഫ തഅമലൂൻ. അല്ലാഹു വീക്ഷിക്കുന്നുണ്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു എന്ന്. ഫത്തഖുദ് ദുനിയാ വത്തഖുൻ നിസാ. സൂക്ഷിച്ച് കളിക്കണം എന്നല്ലേ? ഇപ്പം എന്ത് വേണ്ട എന്നാ നടന്നു കിട്ടുന്നു. മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസാണ്, സ്വഹീഹായ ഹദീസ് തന്നെയാണ്. ഫത്തഖുദ് ദുനിയാ വത്തഖുൻ നിസാ ഫൈൻ വജദൽ ലുഹ്ബത. അടുത്ത സെക്ഷൻ നിക്കാഹിലേക്ക് ആവശ്യമില്ല. അങ്ങനത്തെ ആളെ പറ്റിയാണ് നമ്മൾ ഡിവിഷൻ ചെയ്തത്. അതോടുകൂടി ഉഹുബത്ത് എത്തിക്കപ്പെട്ടിട്ടുണ്ട്. ഇല്ല, അവൻ എന്തുണ്ട്? രോഗമുണ്ട്. നേരത്തെ പറഞ്ഞത് രോഗം ഇല്ലാത്തതാണ്. വലായില്ലത്ത ബിഹീൻ. അതിന്റെ മെഹത്തറതാണ് ഇനി എടുക്കുന്നത്. എന്താണ്? ഇല്ലത്തുണ്ട് എങ്കിൽ, അതായത് കെട്ടിയാൽ പെണ്ണ് തുലഞ്ഞു പോകും. പെണ്ണ് വാവിട്ട് കരയേണ്ടി വരും. സമ്പത്ത് ഇങ്ങനെ കുന്നുകൂട്ടിയിട്ടുണ്ട് പോലും. അവന്റെ കാര്യത്തിൽ എന്താക്കുന്നു? വത്തിയിലേക്ക് ഒരാവശ്യമില്ല. ശരിയായ മരക്കല്ല്, സമ്പത്ത് വേണ്ടത്ര ഉണ്ട്, കോടീശ്വര പ്രഭു. പക്ഷേ അവനെ തളർത്തിക്കളയുന്ന രോഗം അവനുണ്ട്. അവനെങ്ങാനും പെണ്ണിനെ കെട്ടിയാൽ എന്തിനാണാവോ ഇവൻ എന്നെ വെച്ച് കെട്ടിയത് എന്ന് വരൂലേ? കഹറമീൻ വയസ്സധികം, വയസ്സ് 150 പോലും. അവൻ മറലീൻ ആ ദായിം എടുത്തിട്ട് പുറത്തേക്ക് ഇടണം പോലും. ദായിം അപ്പുറത്തേക്ക് ഇട്ടാൽ തൈനീനും കൂടി ഉപകരിക്കും. എന്താണ് ദായിമ 2ലേക്ക് വന്നു. എപ്പെങ്കിലും 1 or 2 സമയത്തുണ്ടായ തൈനീനല്ല, ലൈംഗിക ക്ഷീണം. തൈനീൻ ദായി, മറന്നു ദായി. അങ്ങനെ ഒരു സ്ഥലത്ത് പറഞ്ഞിട്ട് മറ്റിടത്തേക്ക് ഉപകാരപ്പെടുത്തിയതാണ് ഇത്. ആ കണക്കിന് നല്ലത് ഇപ്പുറത്തേക്ക് ഇടില്ല. രണ്ടിനും ബാധകം. കദാലിക്ക എങ്ങനെയുള്ള തൈനീൻ? കദാലിക്ക തൈനീൻ. അപ്പോൾ ഈ കൈതിപ്പുറവും കൂടെ വേണം എന്നറിയിക്കുന്നു. ബിഖിലാഫിമൻ, ഒരു തന്നെ മാറ്റമായിട്ട് യഉന്നു, അവൻ ലൈംഗിക ക്ഷീണത്തിൽ പെടുന്നു. വഖ്തൻ വഖ്തിൻ, ഒരു സമയത്ത് പിന്നെ ഒരു സമയത്ത് അവൻ ലൈംഗിക ശേഷി ഉള്ളവനായി മാറുന്നു. അവനെ പറ്റിയാണോ ഈ അല്ല, പിന്നെ എങ്കിൽ കുരിഹലഹു നിക്കാഹ്. നിക്കാഹ് കൊടിയ റാഹത്തല്ലേ? അദമി ഹാജത്തിഹി. ഒന്നാമത്തത് ആവശ്യമില്ല എന്നുള്ളത്. അനാവശ്യത്തിന് എടുക്കാൻ പാടുണ്ടോ? മഅ അദമി തഹ്സീനിൽ മർഗത്തി
പെണ്ണിനെ എന്താക്കാനും സംരക്ഷിക്കാൻ സാധിക്കുകയും ചെയ്യില്ല. അങ്ങനെയുണ്ട്. അദമി തഹ്സീനിൽ മർഗത്തീൻ, പെണ്ണിനെ അനാവശ്യത്തെ തൊട്ട് കാത്തുരക്ഷിക്കാൻ കഴിയാത്തതോടുകൂടി ഇവന് ആജത്തില്ലാതിരിക്കുകയും ചെയ്താൽ അല്ലേ? എങ്ങനെയുള്ള അദമു തഹ്സീനിൽ മർഗത്ത് അൽമുഅദ്ദി, ആ അദമു തഹ്സീനിൽ മർഗത്ത് കൂട്ടും ഇലാ ഫസാദിഹ, പെണ്ണിന്റെ ഫസാദിലേക്ക്. പെണ്ണ് അന്യ പുരുഷന്റെ അടുത്തേക്ക് ചാടൂല്ലേ? അങ്ങനെ ഒരു ഇല്ലത്തും വന്നില്ല ഇപ്പോ. അതുകൊണ്ടാണ് എന്തായത്? അപ്പൊ കറാഹത്തായത് ഇവന്റെ മാനിയുള്ളതുകൊണ്ടാണ്. നേരത്തെ കറാഹത്തായിട്ടില്ലല്ലോ. സുന്നത്തില്ലെങ്കിൽ കറാഹത്തായിനോ? ഇവർക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്ന മേൽപ്പടി കൈതുകൊണ്ട് ഈ ഒരു ഇല്ലത്താ പറഞ്ഞത്. അതിന് പുറമെ എന്തും കൂടെ കൂട്ടി ആ കൈതോടുകൂടി എന്തഫിയോ നീങ്ങിപ്പോയി. കൗലിൽ ഇഹ്യായി, ഇഹ്യാ ഉലൂമുദ്ദീനിന്റെ കൗല് എന്താണ്? യുസന്നു ലിനഹ്വിൽ മംസൂഹി തശബ്ബുഹം ബിസ്വാലിഹീൻ. ഒരു മസാല ഇറക്കിയിട്ടുണ്ട്. നിക്കാഹ് എല്ലാവർക്കും സുന്നത്ത് തന്നെയാന്ന് പോലും. എത്രത്തോളം? മംസൂഹ് എന്ന് പറഞ്ഞാൽ എല്ലാം ക്ലീൻ ഷെയ്വാക്കി നീക്കപ്പെട്ടവൻ. മുസൈനി ദക്കർ എല്ലാം നീക്കി. എന്നാലും അവൻ എന്തുണ്ട്? തശബ്ബുഹം ബിസ്വാലിഹീൻ, ആരോട് തുല്യത കാട്ടാൻ വേണ്ടിയിട്ട് വിവാഹം ചെയ്ത സ്വാലിഹീങ്ങളില്ലേ, അവരെ പോലെ ആകാൻ വേണ്ടിയിട്ട് എന്ത് വേണം? യുസന്നു നിക്കാഹു മുത്ലഖൻ, അവിടെ വികാരം ഉണ്ടായിട്ടെ ഇല്ലാതിരിക്കട്ടെ, ഊഹത്തെത്തിക്കട്ടെ എത്തിക്കാതിരിക്കട്ടെ, എല്ലാ രോഗശയ്യയിൽ അങ്ങ് പടയുന്നവനായാലും എന്ത് വേണം? പൊളിഞ്ഞില്ലേ? അവിടെ എന്ത് വരുന്നുണ്ട്? ഇല്ല അതമിഹാജത്ത് ഈ പോട്ടെ, അതമു തഹ്സീനിൽ മർഗത്ത് വരുന്നില്ലേ? അപ്പൊ പിന്നെ യുക്രഹു അല്ലേ ആവുള്ളൂ. അതിനവർ എന്താ ദലീലാക്കി പിടിച്ചത്? ഇമ്രാനുൽ മൂസ കത്തി നടത്തൽ സുന്നത്താക്കപ്പെട്ടതുപോലെ അല്ല റഹ്സിൽ അസുലൈൻ, കഷണ്ടിക്കാരന്റെ തലക്ക് ഹജ്ജിന്റെ ബാബിൽ മേത്തമാക്കിയിട്ടില്ലേ? ഒരുത്തന്നെ എന്തില്ല, എന്നാല് മറ്റുള്ള ആളെ പോലെ ആകാൻ വേണ്ടിയിട്ട് അതിനോട് ടിയാസാക്കിക്കൊണ്ടവർ മസല പറഞ്ഞത്. അത് സഹിയല്ല. വഖൗലുൽ ഫസാരിയ്യി, ഇമാം ഫസാരിയുടെ കൗല് അതും എന്തായി? ഇമാം ഫസാരിയുടേതായ കൗലും പൊളിഞ്ഞേന്ന് ഒരു ചോദ്യം ചെയ്തത്. കറാഹത്താക്കാൻ നിങ്ങൾക്ക് എന്ത് അധികാരം? എന്ത് ദലീലാണ് നിങ്ങൾ കറാഹത്തിന് കൊണ്ടുവന്നത്? അതും പൊളിഞ്ഞില്ലേ? നമ്മ കറാഹത്താക്കീനോ? ഇല്ലേ? അയ്യുനഹിയൻ വറദ ഫീ നഹ്വിൽ മജ്ബൂബി, മജ്ബൂബിനെ പോലുള്ളവരിൽ എന്ത് നഹിയാണ് വന്നിട്ടുള്ളത്? ഫസാരി താജുൽ ഫസാരി ഇമാം ചോദിക്കുന്നു, അയ്യുനഹിയൻ വറദ ഫീ നഹ്വിൽ മജ്ബൂബി, കറാഹത്താണ്ടിക്കൽ നഹി വരണ്ടേ? എവിടെയാണ് നഹി വന്നത് എന്നായിരിക്കും. അല്ല, നഹി വന്നതെവിടെ വന്നിട്ടുണ്ടാ? മജ്ബൂബില്. മജ്ബൂബിങ്ങളൊന്നും ആരും വിവാഹം ചെയ്യല്ലേ എന്ന് ഇസ്ലാമികമായ പ്രസ്താവന ഉണ്ടാ? പിന്നെ എങ്ങനെ? പിന്നെ അവർ ചോദിക്കാൻ അല്ലേ? അല്ല, അൽമുഅദ്ദീന്ന് ഞമ്മ പറഞ്ഞിട്ടില്ലേ? അത് ഒരു മൻഹിയിലേക്ക് ഖിയാസാക്കിയിട്ട് ഞമ്മ പറഞ്ഞിട്ടുണ്ട്. ഞമ്മ കറാഹത്തിന് വേണ്ടി ഒരു നഹി കാണിച്ചു കൊടുത്തെങ്കിലല്ലേ അവർക്ക് എതിർക്കാൻ കഴിയുന്നുള്ളൂ. നമ്മളെ വാക്കിൽ നിന്ന് കറാഹത്തിന്റെ ദലീല് വന്നിട്ടുണ്ട് പോലും. അതേതാണ്? അൽമുഅദ്ദി ഇലാ ഫസാദിഹ എന്ന വാക്ക്, അത് ഒരു നഹിയിലേക്കുള്ള ഇശാറത്തല്ലേ? കറാഹത്തിന്റെ ഇബാറത്തല്ല ചോദിക്കുന്നു. അത് നമ്മൾ ഇവിടെ കൊടുത്തനല്ല അതല്ല. അതിന്റെ നഹി വന്നത് എവിടെയെന്ന്. അത് അൽമുഅദ്ദി ഇലാ ഫസാദിഹ എന്ന് പറഞ്ഞാൽ ഒരു ഖിയാസ് കൊണ്ടാണ് നമ്മ തെളിയിച്ചെടുത്തത്. മൻഹിയാണ്.
ഫസാദിലേക്ക് കൂട്ടുന്നത് അല്ലേ? അപ്പോൾ ഓരോ ചോദ്യത്തിന് മറുപടിയായില്ലേ? ഓരോ ചോദ്യം അസാധുവായില്ലേ? വൽഹാജത്തു ലാ തൻഹസിറു ഫിൽ ജിമാഈൻ. ഹാജത്ത് ജിമായിൽ പരിമിതമല്ലല്ലോ, ഇനിയും പലതും ആകാലോ. പിന്നെ എങ്ങനെ നെഹി എവിടെ വന്നിട്ടും കാണുന്നില്ല, അതുകൊണ്ട് കറാഹത്താക്കണ്ട ആര് പറഞ്ഞേ? അതെ, അവൻ വിളിച്ചില്ലേ? ഇനി വിവാഹം ചെയ്യുന്ന കാലത്ത് ഇങ്ങനെ കണ്ട തകരാറൊന്നുമില്ല പോലും, പിന്നീട് തകരാറ് കയറി വന്ന് എന്താക്കണ്ടേ? അതിന് കയറി വന്നാൽ നമ്മളെന്താ ഇപ്പം ചെയ്യല്? ഇതെല്ലാം തുടങ്ങുമ്പോഴേ വെച്ച് നോക്കുള്ളൂ. അല്ല മദ്യത്തിലും വേണമെന്നാ ചോദ്യം. എന്താ വേണ്ടി? ആ, ഈ ഗതികേട് കയറി വന്നു എപ്പോ? നിക്കാഹ് ചെയ്ത ശേഷം. എന്നാൽ നിക്കാഹ് സുന്നത്തുള്ളവർക്ക് തന്നെ സുന്നത്തില്ലാതായി തീരോ? ഫഹൽ ആ, തുടക്കത്തിൽ തന്നെ തകരാറുള്ളത് പോലെ കണക്കൂട്ടുമോ? ഔല അല്ല, തുടക്കം നോക്കിയിട്ട് സുന്നത്ത് തന്നെയാണല്ലോ, അങ്ങനെ തന്നെ നിലനിർത്തലാണോ? അതിന് തുടക്കം നോക്കിയിട്ട് നിലനിർത്തിയ അങ്ങനെ പോയി. തുടക്കത്തിൽ തന്നെ ഈ തകരാറുള്ളതായിട്ട് കണക്കൂട്ടണം പോലും. തകരാറുള്ള ഒരാളോട് ഇവനെ ഖിയാസാക്കണം. അങ്ങനെ ആക്കി നമ്മൾ എന്താക്കാനാ? വിവാഹത്തിൽ പ്രവേശിക്കുമ്പോ അല്ലേ പറയണ്ടി? പിന്നെന്താ ഈ ചോദ്യം? ഈ ചോദ്യത്തിന്റെ പൊരുളെന്താണ്? ഉഹുബത്തില്ല, നിക്കാഹിലേക്ക് ആവശ്യമില്ല എന്ന പരാതി വന്നു ചേർന്നത് നിക്കാഹിന്റെ ശേഷം പോലും. നിക്കാഹിന്റെ മുമ്പ് എന്തുണ്ട്? ആ, ഹാജത്തുണ്ട്, ഉഹുബത്തുണ്ട്, നിക്കാഹ് സുന്നത്തും ആയി പോലും. കട്ടിക്കഴിഞ്ഞാലോ ഉഹുബത്തും ഇല്ല, നിക്കാഹിലേക്ക് ആവശ്യമില്ല, അങ്ങനെയെല്ലാം വന്ന് അല്ലെങ്കിൽ കിടപ്പിലായി പല നിയമങ്ങളും പറഞ്ഞില്ലേ? ഹവാല് കുറേ പറഞ്ഞില്ലേ? അല്ലേ? ഹറമ് പറഞ്ഞ്, മറ്റേത് പറഞ്ഞ്, മത്തിനിൽ പറഞ്ഞ്, ഫൈലം യഹ്തജ് മുതൽ എല്ലാം പൊട്ടോ. ഈ അവസ്ഥകൾ വന്നു ചേർന്നത് എപ്പോഴും? എന്നാൽ നിക്കാഹിന്റെ ഇബ്തിദായിൽ നമ്മൾ ഈ പറഞ്ഞ മസല ഉണ്ടല്ലോ, അതെല്ലാം ഇവിടെ വരുമോ? വന്നെങ്കിലോ? വന്നാൽ ഉള്ള പെണ്ണിനെ തലാഖ് ചൊല്ലി അയക്കൽ സുന്നത്താണെന്ന് അത്ര കെട്ട വിവാഹം ചെയ്യണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയില്ലല്ലേ? ഇനിയിപ്പോൾ ഇനി പിടിച്ചു നിൽക്കണ്ടെന്ന് വരും. അതിനോട് ഖിയാസാക്കിയാൽ മറ്റുള്ളിടത്ത് വിവാഹം ചെയ്യണ്ടെന്നല്ലേ പറഞ്ഞു. അതേപോലെ തന്നെയാണ് മദ്യത്തിൽ ഇങ്ങനെ വല്ലതും ഉണ്ടായാലും നിക്കാഹ് സുന്നത്തില്ലാത്തൊരവസ്ഥയിലേക്ക്, അതായത് ഇവൻ ഈ സമയത്ത് നിക്കാഹ് ചെയ്യുന്നെങ്കിൽ എനിക്ക് സുന്നത്തില്ല, അങ്ങനെയുള്ള ഒരു ഗതികേടിലാണ് ഇവനുള്ളത്. എന്നാൽ വന്നു കളിയും. ഇനി വിവാഹം ചെയ്യുന്ന കാര്യമില്ലല്ല, വിവാഹം കഴിഞ്ഞില്ലേ? അപ്പൊ ഇനി ഉള്ള പെണ്ണ് പോട്ടെ നോക്കണം. അങ്ങനെയാണോ? ഔല അല്ലല്ല, ഈ പരിതസ്ഥിതിയെല്ലാം തുടക്കത്തിലേ നോക്കുള്ളൂ. പിന്നെ എന്തായാലും തിരക്കേടില്ല, അവൻ ആദ്യത്തെ അവസ്ഥയിൽ തന്നെ ഇപ്പോഴും വിധിയിൽ കിടക്കരുത്. അങ്ങനെയാണോ? എന്തുകൊണ്ട്? ലിഖുവത്തി ദവാം, ദവാം എന്നതിന് കുവ്വത്തുണ്ടല്ലോ. എവിടെ ഇല്ലാത്ത കുവ്വത്ത്? ഇബ്തിദായിലില്ലാത്തത്. ഇവിടെ എന്താ കുവ്വത്ത്? തുടങ്ങിയത് അങ്ങനെ തന്നെ നിലനിർത്തല്. തുടങ്ങുമ്പോ ഈ തകരാറ് നോക്കിയിട്ട് ഫലമുള്ളൂ, മദ്യത്തിൽ നോക്കണ്ടാന്ന്. ഇത് ദവാമാണ്, പുതിയ തുടങ്ങുന്നല്ലോ. അങ്ങനെയാണോ? തറദദ ഫീഹി സർകശിയു വസാനിഹു അൽ വജ്ഹു കമാ ഹുവ ളാഹിറുൻ. സാനി തന്നെയാണ് മുഅ്തമദ്. ഇപ്പൊ എന്താവും? ഈ പറഞ്ഞ കുഴപ്പങ്ങളൊന്നും ഇനി ഉണ്ടാക്കണം. അത് വിവാഹം ചെയ്യുമ്പോഴേ നോക്കിയിട്ട് ഫലമുള്ളൂ. ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആട്ടി ഓടിക്കാനുള്ള പരിശ്രമം വേണം. ഇവൻ നിക്കാഹ് സുന്നത്തില്ലാത്ത ആളാണ് ഇപ്പോൾ. ഇവനെന്തുവകെ ഈ പെണ്ണിന്റെ അടുത്ത് എത്തിയത് എന്നുണ്ടോ? ഇല്ല. തമ്പീർ മഖ്തല്ലാഹു സിയാഖുൽ മത്നി, മത്നിന്റെ ഒഴുക്ക് തേടിയതായ ഒന്ന്. മിനന്ന തിൽക്കൽ അഹ്കാമ,
സുന്നത്ത്, ഹറാമ്, കറാഹത്ത് എന്നെല്ലാം പറഞ്ഞില്ലേ, ജവാസ്. അതൊന്നും തന്നെ ലാ തഗ്തീഫിൽ മർഅ, ആർക്ക് ബാധകമല്ല. കാരണം അവന് സുന്നത്ത് സുന്നലഹു എന്നാ പറയുന്നത്. വിവാഹം ചെയ്യാൻ വേണ്ടി അരിയും തലയും നോക്കി മുന്നോട്ട് വരത്ത് ആർക്ക് പറഞ്ഞു കാണുന്നില്ല? ഇല്ല. അപ്പൊ അവൾക്ക് വിധിയേ ഇല്ല. എന്നാ നിക്കാഹിനെ പറ്റി പല വിധിയും ഇവിടെ പറഞ്ഞില്ലേ, പല കൈതോടു കൂടി. അതെല്ലാം ആർക്കേ ഉള്ളൂ? ആ ഊഹബത്ത് എത്തിച്ചാൽ എന്ന് പറഞ്ഞൊരു കൈതുണ്ടല്ലോ, ആ കൈതേതായാലും പെണ്ണിന്റെ ഭാഗത്ത് നടക്കൂല. ഊഹബത്ത് എത്തിച്ചില്ലെങ്കിൽ ഓളെന്തിനാ ഊഹബത്ത് എത്തിക്കുന്നു? ബാക്കിയുള്ളെല്ലാം നടക്കും. ഗൈറു മുറാദിൻ, പെണ്ണിന് ബാധകമല്ല എന്ന് പറഞ്ഞത് മുറാദല്ല, ആർക്കും കൂടി വിധിയുണ്ട്. കാരണം ഫഫിൽ ഉമ്മി, ഷാഫി ഇമാമിന്റെ ഉമ്മ എന്ന കിതാബിലുണ്ട്. എന്നല്ല, ഉമ്മെന്ന് കിതാബിൽ ഉമ്മെന്നല്ല, ഗൈരിഹാന്നായി പോയി. ഞാൻ മറ്റുള്ള കിതാബിലും ഉണ്ട്. നദ്ബുഹു, നിക്കാഹ് സുന്നത്തുണ്ട്. ലിത്തായിഖത്തി, ആർക്കും കൂടി തായിഖത്തായ പെണ്ണിന് നിക്കാഹിന് വഴങ്ങി കൊടുക്കലെന്തുണ്ട്? സുന്നത്തുണ്ട്. അവിടെ കബൂലി നിക്കാഹല്ല, അതിനുവേണ്ടി സന്നദ്ധമായിട്ട് മുന്നോട്ട് വരുത്തുന്നുണ്ട്. നിക്കാഹിലേക്ക് വത്തിയിലേക്ക് ആവശ്യമുള്ള പെണ്ണിന്. അപ്പൊ ആരെപ്പോലെ തന്നെ ആയി. ഒന്ന് തായിഖത്തിനോട് ഖിയാസാക്കപ്പെട്ടു. മുഹ്താജത്തുൽ നഫഖ, എന്തിലേക്ക് അത്യാവശ്യമുള്ളവൾ, അല്ലെങ്കിൽ കൈനീട്ടി യാചിക്കേണ്ടി വരും പോലും. എന്നാല് സുന്നത്തായി. വഖായിഫത്തുൻ, ആരെയും ചേർക്കപ്പെടും. കുതിച്ചു കയറലിനെ പേടിച്ചവൻ. ഫജറത്ത്, ഫാജിരിന്റെ ജമ്മാണെന്ത്? ഫജറത്ത്. വശഅനഹു കാമിലിൻ വകാമല ഫി നഹവി റാമിൻ ദുത്തിറാരിൻ ഫുഅല. വശഅനഹു കാമിലിൻ വകാമല, ഫജറത്ത്, ഫാജിറിന്റെ ജമ്മ്. ഇഖ്തിഹാം എന്ന് പറഞ്ഞാൽ കുതിച്ചു കയറൽ. ഫാജിരീങ്ങൾ കുതിച്ചു കയറുമെന്ന് പേടിച്ചാൽ അവൾക്ക് എന്ത് സുന്നത്തുണ്ട്? കാരണം അവൾക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്ന അത് മുഖേനയാണ്. ഷിറാസി ഇമാമിന്റെ തംബീഹ് എന്ന കിതാബിലുണ്ട്. മൻ ജാസലഹൻ നിക്കാഹു, നിക്കാഹിന് മുടക്കമില്ലാത്തൊരു പെണ്ണ്, അവൾ ഇദ്ദയിലൊന്നും അല്ല, ആ പെണ്ണിന് ഇവനെ കെട്ടൽ ജായിസാണ്, മാനിയൊന്നുമില്ല. ഇനി എഹ്താജത്തുഹു നുദിബലഹ, ആ സമയത്ത് നിക്കാഹിലേക്ക് ഈ എഹ്തിയാജും കൂടെ വന്നാലോ ജവാസ് പോയി, എന്തായി? ഉയർന്നു. വൈല്ല കുരിഹ, നിക്കാഹിലേക്ക് ഒരു താല്പര്യമില്ല പോലും. നിക്കാഹ് ജായിസായ പെണ്ണെന്നെ രണ്ട് ദിവസമായി. നിക്കാഹ് ജായിസായ പെണ്ണെന്ന് പറഞ്ഞാൽ തടസ്സമൊന്നും ഇല്ലാണ്ടിരിക്കണം. അന്നേരം തന്നെ നിക്കാഹിലേക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ സുന്നത്ത്, ഇല്ലെങ്കിൽ കറാത്ത് വേഗം വെച്ച്. നേരത്തെ കറാത്ത് വെക്കാൻ ഊഹബത്തില്ലാതിരിക്കണമെന്ന് പറഞ്ഞു, അത് ഇവിടെ കണക്കോ? ഇല്ല, ഓൾക്ക് ഊഹബത്ത് വേണ്ടാലോ. അപ്പൊ നിക്കാഹിലേക്ക് ആവശ്യമില്ലെങ്കിൽ തന്നെ എന്തായി? ഒനഖലഹുൽ അദ്റഇയ്യു, ഇതിനെ ഉദ്ധരിച്ചു അദ്റഇ ഇമാം അനിൽ അസ്ഹാബി. എന്നിട്ട് സുമ്മ വഹഫ, അദ്റഇ ഇമാം ചർച്ചയാക്കി വുജൂബഹു അലിഹ, നിക്കാഹ് ചെയ്യൽ സുന്നത്താണ് എന്ന് പറഞ്ഞാൽ മതിയാവൂല, എന്തെന്നെയാകും? ഇദാലം യന്തഫി അൻഹൽ ഫജറത്തു ഇല്ലാ ബിഹീൻ, ഇദാലം യന്തഫി ബിഹി അൻഹ അൽ ഫജറത്തു, ഓളെ തൊട്ട് നീ കിട്ടുന്നില്ലെങ്കിൽ തെമ്മാടിമാർ ഇല്ലാ ബിഹി, എന്നാല് അന്നേരം ജിനയിൽ നിന്ന് വിരണ്ടല്ല, ജിനയിൽ നിന്ന് വിരണ്ടോടുക എന്ന നിലക്കെന്ത് വേണം? അബുജു തന്നെയായി വരും. പിന്നെ നോമ്പെടുത്തിട്ട് വികാരം ക്ഷയിപ്പിക്കണമെന്ന് പറഞ്ഞില്ലേ, അവിടെ
ഇബ്നു ഹജർ ലൈതമി പറയുന്നത് അത് പുരുഷന് മാത്രമെന്ന് പറയും. നോമ്പ് കൊണ്ട് വികാരം ശമിച്ച് കിട്ടൂല ആർക്ക്? പക്ഷേ ഇത് മറ്റുള്ളവരൊന്നും അംഗീകരിക്കുന്നില്ല. അതെങ്ങനെ നിങ്ങൾ പറയലെന്നെല്ലാം കൂടി മറ്റുള്ള കിതാബുകളിൽ ആണ് പെണ്ണ് എന്ന ഈ കാര്യം വേർതിരിച്ചിട്ടില്ല. വികാരം അധികരിച്ചവർ നോമ്പെടുത്തുകൊണ്ട് വികാരം ചെയ്യിപ്പിക്കട്ടെ എന്നാ പറഞ്ഞിട്ടുള്ളൂ. അതിലാണും പെട്ട്. പക്ഷേ ഇബ്നു ഹജർ ലൈതമി തങ്ങൾ പറയുന്നത് എന്താണ്? ഈ പറഞ്ഞ കൽപ്പന നോമ്പെടുക്കാൻ പറഞ്ഞത് ആരോടാണ് പോലും? എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞു കിട്ടുന്നില്ല. അതെങ്ങനെ അവർക്ക് പറയാൻ തോന്നിയത്? എന്തേ പല നോമ്പിന് പ്രവേശനമില്ല ആരുടെ കാര്യത്തിൽ? എന്ന് പറഞ്ഞാൽ നോമ്പ് വെച്ചിട്ട് ഫലമില്ല അല്ലേ? അന്നേരം തന്നെ ചോദിക്കുന്നു അമൽ മാനി അന്നഹാക്കറജിലി, പുരുഷനെ പോലെ തന്നെ ആയിക്കൂടെ? നോമ്പ് കൊണ്ട് വികാരം ക്ഷയിക്കൂലേ അല്ലേ? നോമ്പ് കൊണ്ട് വികാരം ക്ഷയിച്ചതായി കാണുന്നില്ല എന്ന് തജ്രീബത്ത് കൊണ്ട് പറയുന്നതായിരിക്കും അല്ലേ? ഇബ്നു ഹജർ ലൈതമി അയ്യോ ഇതിന്നതറ, അതുകൊണ്ടാണ് നിഹായമുണ്ടാതിരുന്നത്. ഈ കാര്യം ആണ് പെണ്ണ് എന്ന ഡിവിഷൻ ചെയ്യൽ ആരും നടത്തിയിട്ടില്ല. ആ വികാരം അധികരിച്ചവർ നോമ്പെടുത്ത് മതിയാക്കട്ടെ എന്നാ പറഞ്ഞത്. ഇതിങ്ങനെ ഒന്ന് പറഞ്ഞു കാണുന്നുണ്ട്. നോമ്പ് പിടിച്ചാലൊന്നും ആർക്ക് നേട്ടം കിട്ടൂല. ബബിമാതുക്കിറ ഉമ്മ എന്ന കിതാബിൽ പറയപ്പെട്ട ഒന്നുകൊണ്ട് ഒലിമ. ഉമ്മിൽ എന്താ പറഞ്ഞത്? ഉമ്മിൽ പറഞ്ഞ ഇബാറത്ത് കൊണ്ട് നദ്ബുഹു ലിതായിഖത്തീൻ അങ്ങനെ പലതും പറഞ്ഞില്ലേ? എന്താണ് ഉലിമ ലൈഫ് ഖൗലി സഞ്ചാനി, ഇമാം സഞ്ചാനിയുടെ ഖൗല് ലൈഫാണെന്ന് അറിയപ്പെട്ടു. എന്താ സഞ്ചാനിന്റെ ഖൗല്? യുസന്നു ലഹാ മുത്ലഖൻ, എല്ലായ്പ്പോഴും ഏത് പെണ്ണിനും എന്താണ് ഒന്നും നോക്കണ്ട പോലും. അതെന്തേ? ഇതിൽ ആശയ്യാലിഹ, അവൾക്ക് യാതൊരു ഉത്തരവാദിത്വം ഇല്ലല്ലോ, ഒന്നും ഉണ്ടാ നിക്കാഹിൽ ലഭിക്കുന്നുണ്ട്. മിനൽ ഖിയാമി ബി അംദിഹാ വ സത്രിഹാ, അവളുടെ കാര്യവും അവളുടെ ഭദ്രതയും അത് കിട്ടലോടുകൂടി അവൾക്ക് ഇങ്ങനെ അങ്ങോട്ട് എന്തില്ല, ഒന്നും ഒരു നഷ്ടം ഉണ്ടാ. അതുകൊണ്ട് എല്ലാ ഘട്ടത്തിലും പെണ്ണിന് എന്തേ ആവുള്ളൂ, ശരിയാ. കൗലി ഗൈരിഹി, മറ്റുള്ളവരുടെ കൗലും ലൈഫാണ്. ലാ യുസന്നു ലഹാ മുത്ലഖൻ, ഒരു പെണ്ണിനും ഒരിക്കലും എന്തില്ല. അതെ, ലിഅന്ന അലൈഹാ ഹുഖൂഖൻ ലിസൗജി ഖതീറ, ഭർത്താവിൻ്റെ നേരെ അപകടം പിടിച്ചതായ ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് വെറുതെ ഏറ്റെടുക്കുന്നതിന് ലാ യതയസ്സറു ലഹാ അൽ ഖിയാമു ബിഹാ, അത് നിറവേറ്റാൻ ആരെ കൊണ്ടാവില്ല. അതുകൊണ്ട് എല്ലായ്പ്പോഴും കഴിയുന്നത്ര ഒളിച്ചോടുകയാണ് വേണ്ടത് പോലും. എന്തിനെ തൊട്ട്? ബാത്തിൽ മർദൂദല്ലേ ആ കൗലി. ഓമീൻ സമ്മ, അതവർ പറയുന്നതാണ്. പെണ്ണിന് ഭാരം വലിച്ചു കെട്ടലാണത്. ഭർത്താവിന് ഭാര്യയോട് മര്യാദ കാട്ടാനുണ്ട്, ഹുക്കൂക്കുകൾ. പെണ്ണിന് ആരോടുമുണ്ട്? ഏതാ? ഡബിൾ ഡബിൾ. പെണ്ണിന് ഭർത്താവിൻ്റെ നേരെ. അതുകൊണ്ട് അവൾ അത് ഏറ്റെടുക്കേ വേണ്ട പോലും. ഒരു കാലത്തും അവളെ പ്രേരിപ്പിക്കൂല എന്നാ പറഞ്ഞു. പുരുഷന് വേണ്ടി പെണ്ണിനെ കെട്ടുന്നെന്ന് പറഞ്ഞു. പുരുഷനെ കിട്ടാൻ വേണ്ടി പെണ്ണിനോട് പ്രേരിപ്പിക്കൂല. കാരണം അവൾക്ക് നിറവേറ്റാൻ കഴിയാത്ത ഡ്യൂട്ടികളുണ്ട് അവർ പറഞ്ഞത്. നമ്മല്ല ഒമിൻ സമ്മാവറദൽ വഈദു ശദീദു, അതിശക്തമായ ഭീഷണി വന്നിട്ടില്ലേ? ഫിദാലിക, ഇതിനെപ്പറ്റി, അവളുടെ ഹുക്കൂക്കുകളെ പറ്റി എന്തുണ്ട്? ഭീഷണി വന്നിട്ടുണ്ടല്ല. നീ ഭർത്താവിനെ ദുഃഖത്തിലാക്കിയാൽ എന്ന് പറഞ്ഞുകൊണ്ട് എത്രയുണ്ട്. വല്ലാതെ പേടിപ്പിക്കൽ വന്നിട്ടില്ലേ? ബൽ ലൗ അലിമത് മിൻ നഫ്സിഹാ, അവളുടെ നഫ്സ് കൊണ്ട് അവൾ അറിഞ്ഞു അദമൽ ഖിയാമി ബിഹാ, ആ ഹുക്കൂക്കുകൾ നിലനിർത്താൻ കഴിയില്ല. വലം തഹ്തജ് ലഹു, ഒത്തിയിലേക്ക് എന്തുമില്ല, എന്നില്ല ഹറുമ അലിഹാൻ, ഹറാം എന്നവർ പറഞ്ഞു. ഇന്ദഹ
ആ ഗൈറ് പറഞ്ഞ കലാമ് തീർന്ന്. നഅം ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ പറയുന്നു മാ ദക്കറഹു ആ ഗൈറ് പറഞ്ഞതായ ഒന്ന് ബഅദ ബൽ ബല്ലിന് ശേഷം പറഞ്ഞത് മുഴുവനും സർവാംഗീകൃതമാണ്. അതേതാണ്? കാരണം അതിന്റെ മഹാദാത്തിൽ പുരുഷനും അങ്ങനെ തന്നെയല്ലേ. പെണ്ണിനെ നിയന്ത്രിക്കാൻ കഴിയില്ല എന്ന് അതിനുള്ളിലേക്ക് വന്നു. പെണ്ണ് കഷ്ടത്തിലാകും, വല്ലാണ്ടായി പോകും എന്ന് പറഞ്ഞാൽ എന്താവും? ആറാമാകും. ഇതേ വിഷയം പുരുഷനിലും പറഞ്ഞല്ലോ. പെണ്ണിനെ വെറും മുടക്കത്തിലാക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ. വെറുതെ പ്രശ്നം ഉണ്ടാക്കി തീർക്കലാണ്. എങ്കിൽ പുരുഷന്റെ കാര്യത്തിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? അതേപോലെ ഇടിയും വരുമല്ല. ബൽ ആ ബല്ല് മുതൽക്ക് പറഞ്ഞതല്ല, അതിനു മുമ്പുള്ളതൊന്നും സഹിയല്ല. ലൗ അലിമത് മിൻ നഫ്സിഹാ അദമൽ ഖിയാമി ബിഹാ വലം തഹ്തജ് ലഹു ആയാൽ ഹർമാലിഹാ. അത് ശരി തന്നെയല്ലേ?